നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണിത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ടെസ്റ്റർ ആൻഡ് ടേസ്റ്റ്. ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഒപ്പം 4-5 സവാള നീളത്തിലെ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 3-4 തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒപ്പം 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പച്ചമണം എല്ലാം മാറുന്നത് വരെയായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ വെന്ത് വെള്ളമെല്ലാം ഊറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർക്കേണ്ടത്. തേങ്ങ ചിരകിയത് 1 പിടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം, ചതച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതിയാകും. ഇനി അല്പം കറിവേപ്പില കൂടി ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ.